പിന്നെ സംഗീതം ഉന്തി വിട്ടാണ് പഠിച്ചത്. കീബോർഡ് പിന്നെ ലോകം കുഴപ്പമില്ലായിരുന്നു. ഉന്തി വിട്ട് പഠിപ്പിച്ചാണ്. ഡാഡിയുടെ ചീത്ത പേടിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. പിന്നെ ഇത് മീൻകറി കഴിക്കണേക്കാട്ടിലും ടേസ്റ്റാണ് ഈ ഉപ്പ് നോക്കണ പരിപാടി. ഞാൻ ആലോചിക്കും, ഞാൻ ഭക്ഷണം കഴിക്കാനാണോ ജീവിക്കുന്നത്? 3 2 2 3 2 2 എഴുത്തുകൾ, 16 6 ഗണം. അപ്പോൾ ചെറിയ കുട്ടിയിലെ ഒരു നല്ലൊരു വാസന കണ്ടാൽ അവനെ അതിൽ വിടണം. പ്രീ ഡിഗ്രി വരെ എന്തൊരു പാടായിരുന്നു. പിന്നെ ഞാൻ വിജയകരമായി പൊട്ടിയോണ്ട് പിന്നെ അത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഞാൻ വന്ന വഴിയൊക്കെ ആലോചിക്കും, രാത്രി 3 മണിക്ക് നീച്ച് കഴിഞ്ഞിട്ട് എന്താ എവിടെ എത്തി, എന്താ സംഭവം. നാനൂർ ഷോ എനിക്ക് എന്റെ ലൈഫിലൊരു സ്വത്താണ്. അപ്പൊ സോൾ ഓൺ ദ മൈക്ക് പരിപാടി എന്തായാലും ഹിറ്റ് ആവും. ഇപ്പൊ നടക്കുന്നത് എന്താ അറിയോ? സോൾ ഓൺ ദ പ്ലേറ്റ്. സോൾ ഓൺ ദ പ്ലേറ്റ്. Today I am sitting with someone whose finger speaks emotion, whose journey carries faith, warmth, love, and pure magic. A global performer, a beautiful soul, an entrepreneur, someone who is very close to my heart. Welcome, Stephen Devasi. ചേച്ചി ചെട്ടിച്ചു കളഞ്ഞു. ചേച്ചിയല്ല ഡിയർ. സ്റ്റീഫൻ ദേവസി. പക്ഷെ ഞാൻ സ്റ്റീഫനെ വിളിക്കുന്നത് സ്റ്റീവ് എന്നാണ്. അതെ, ഇറ്റ്സ് ബീൻ ഇയേഴ്സ്. അതെ, അങ്ങനെ തന്നെ വിളിച്ചോട്ടെ. എപ്പോഴും അങ്ങനെ തന്നെ വിളിക്കാൻ പാടുള്ളൂ. സ്റ്റീവ് എന്ന് ഞാൻ വിളിക്കാൻ കാര്യം, സ്റ്റീഫൻ ദേവസി ഇസ് എ റിനൗൺഡ് മ്യൂസിഷ്യൻ. ഐ കാൻറ്റ് കോൾ യു. അതെ, അപ്പൊ അതുകൊണ്ട് എനിക്ക് സ്റ്റീഫൻ ദേവസി എന്ന് വിളിക്കാൻ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അനുവദിക്കുന്നില്ല. ബട്ട് സ്റ്റിൽ ദർ ഇസ് എ റെസ്പെക്ട് ആൻഡ് ലവ്. നമ്മള് ഫ്രണ്ട്ഷിപ്പാണ്, ഫാമിലിയാണ്. അപ്പൊ ആ ഒരു ഇതിൽ എന്തും എന്നെ വിളിക്കണോണ്ട് കുഴപ്പമില്ല. എന്നെ ഡാന്ന് ഇടയ്ക്ക് വിളിക്കാറില്ലേ? അതെ, അത് വിളിച്ചാൽ മതി. സ്റ്റീവ് ഡാ. ഞാനൊരു കാര്യം പറയട്ടെ സ്റ്റീഫൻ. അഗൈൻ സ്റ്റീഫൻ ഫോർമലായി പോയി. ഇത്ര വർഷമായി. 2011 നമ്മൾ പരിചയപ്പെട്ടതാണ്. ഇറ്റ്സ് ബീൻ ഓൾമോസ്റ്റ് 15 years ഓഫ് ഫ്രണ്ട്ഷിപ്പ് അല്ലേ? ഇത്രയും വർഷത്തില് കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ട്, അപ്പിയറൻസിലും എല്ലാത്തിലും. 2-3 കാര്യങ്ങള് ഇതുവരെ മാറിയിട്ടില്ല. എല്ലാരും പറയുന്ന കാര്യമായിരിക്കും, പക്ഷെ എനിക്ക് പറയാതെ നിവൃത്തിയില്ല. എന്താണ്? ഭംഗിയാണോ? ചൈൽഡ് ലൈക്ക്. ഭംഗിയുണ്ട്, ഓഫ് കോഴ്സ് ഭംഗിയുണ്ട്. യുവർ ചൈൽഡ് ലൈക്ക് ലവ്. എല്ലാവരെ കാണുമ്പോഴും അതിങ്ങനെ സ്പ്രെഡ് ചെയ്യും. ഒരു കൊച്ചു കുട്ടിയുടെ പോലത്തെ ഒരു ലവ് ആണ് എല്ലാവർക്കും കൊടുക്കുന്നത്. വാരിക്കോരി കൊടുക്കുക. ആ ഒരു വാംത്ത്, ഒരു കെയർ. ഇന്നും ഇപ്പൊ ഇവിടെ എത്തിയിട്ടും എല്ലാവരോടും ആ ഒരു വാംത്ത് ഉണ്ടല്ലോ. ഞാൻ അതിങ്ങനെ ഒബ്സർവ് ചെയ്യായിരുന്നു. അതിൽ മാത്രം ഒരു മാറ്റമില്ല. ഇതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യണത്? കുട്ടികളായിട്ട് നടക്കുക, അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇതൊരു പാലക്കാടിന്റെ ഒരു കൾച്ചറാണോ? നാടൻ്റെ ഉണ്ടാവോ. പിന്നെ വീട്ടിലങ്ങനെയാണ്. വീട്ടിൽ ചെറിയ കുട്ടിയായിട്ട് വളർത്തിയിരിക്കുന്നേ. പിന്നെ ശരീരം മാത്രം എപ്പോഴേ എൻ്റെ അടുത്ത് അമ്മ ഓർമ്മയുള്ളപ്പോ, ഇപ്പൊ അമ്മയുടെ ഓർമ്മ പോയതുകൊണ്ട് ഓർമ്മയുള്ളപ്പോ പറയും, ശരീരം മാത്രം വലുതാണുള്ളൂ, മനസ്സ് ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുകയാണെന്ന് പറയാം. അപ്പോൾ പിന്നെ അതല്ല, നമുക്ക് ചില ആൾക്കാരുടെ അടുത്ത് മറ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ ഒരാളാണ് ഡിയർ. അപ്പൊ അതുകൊണ്ട് എൻ്റെ അടുത്തുള്ള കുറച്ച് സുഹൃത്ത്, ഇവിടെ കൊച്ചിയിലാണെങ്കിൽ, ഇതിപ്പോൾ നമ്മൾ കൊച്ചിയിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അന്ന് തന്നെ ഒറ്റപ്പാലത്തുനിന്ന് ഞങ്ങൾ വരുമ്പോൾ അന്നത്തെ ബന്ധങ്ങൾ, ജോർജ് പീറ്റർ, കുറേ നല്ല സുഹൃത്തുക്കൾ, ബേണി ഇഗ്നേഷ്യസ് വന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ബാൻഡിൻ്റെ മ്യൂസിഷ്യൻസ് വന്നു. പിന്നെ കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള കുറേ നല്ല സുഹൃത്തുക്കൾ, അൽഫോൺസ് ചേട്ടൻ. അപ്പം അങ്ങനെയുള്ളവരടുത്ത് കൊച്ചി വരുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ കാണാൻ ആഗ്രഹിച്ച് കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള, വരണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള സ്ഥലങ്ങളിലൊന്നായിരുന്നു കൊച്ചി, എറണാകുളത്ത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ നല്ല സുഹൃത്തുക്കളെ കിട്ടിയപ്പോൾ അതിലേറെ സന്തോഷം. പക്ഷെ ഇങ്ങനെ ഒരു ക്യാരക്ടറൈസേഷൻ, ആ ഒരു മോൾഡിങ് വരുന്നത് എപ്പോഴും നമ്മുടെ ചൈൽഡ്ഹുഡിൽ നിന്നാണ്. സോ ഐ ആം കംപ്ലീറ്റ്ലി ഷുവർ ദാറ്റ് ഇറ്റ് ഇസ് ഫ്രം പാലക്കാട്. അത് ഒറ്റപ്പാലം അല്ലേ? അവിടുത്തെ ആ ഒരു ചൈൽഡ്ഹുഡില് ഒരുപാട് കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഭാഷയൊക്കെ ചിലപ്പോ ഭാഷ മാത്രമല്ല, ആ ഒരു വാംത്ത്. ഞാൻ പറഞ്ഞു, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ വിദ്യാബാലനെയൊക്കെ നമ്മൾ സ്ക്രീനിലേ കണ്ടിട്ടുള്ളെങ്കിലും പുള്ളിക്കാരിയൊക്കെ ഉണ്ട് ഈ ഒരു ഇങ്ങനെ എന്താ പറയാ, ഭയങ്കര ഒരു ലവിങ് ക്യാരക്ടർ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അവരിലൊക്കെ. അപ്പൊ പാലക്കാടിനെ കുറിച്ച് പറയുമ്പോ എന്താണ് സ്റ്റീഫന്റെ ഒരു കുട്ടിക്കാല ഓർമ്മ? എനിക്ക് പാലക്കാട് അച്ഛൻ വളർന്നാണ്. എന്റെ അച്ഛൻ ഒലവക്കോട് നിന്നാണ്.
പക്ഷെ ഞങ്ങൾ പിന്നെ ഞാൻ എൻ്റെയൊക്കെ ജനനസമയം അല്ലെങ്കിൽ അച്ഛൻ്റെ കുറച്ചുകൂടി പ്രായമൊക്കെ ആയപ്പോൾ അവർ ഒറ്റപ്പാലത്തേക്ക് വന്നു. പാലക്കാട് ജില്ലയാണെങ്കിലും ഞാനെപ്പോഴും എൻ്റെ അടുത്ത് ലാൽ ജോസേട്ടൻ അല്ലെങ്കിൽ അനിൽ രാധാകൃഷ്ണൻ ഡയറക്ടർ, അപ്പോൾ എൻ്റെ അടുത്ത് പറയും നീ പാലക്കാട് എന്നല്ല, നീ ഒറ്റപ്പാലം എന്ന് പറയണം. എടാ പാലക്കാട് ജില്ലയാണെങ്കിലും ഒറ്റപ്പാലത്തിന് വേറൊരു സാധനമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പറയാം. അപ്പോൾ എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ആദ്യമൊക്കെ പാലക്കാട് എന്നാ പറയാ, പിന്നെ ഒറ്റപ്പാലം എന്ന് പറഞ്ഞ് പാലക്കാട് ജില്ല. അപ്പോൾ ഒറ്റപ്പാലത്തിന് ഞാൻ ജീവിച്ചത് എന്താന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഇട്ടാവട്ടത്താണ് എൻ്റെ ജീവിതം. അപ്പോൾ കുറച്ച് ആൾക്കാരുള്ള ഒരു ബന്ധം, ഞാൻ പഠിച്ച സ്കൂള്, ഞാൻ ജനിച്ച ഹോസ്പിറ്റല്, ഞാൻ പോകുന്നൊരു പള്ളി, പിന്നെ കുറച്ച് സുഹൃത്തുക്കള്. ഈ 18 വയസ്സ് വരെ അങ്ങനെയായിരുന്നു. അപ്പോൾ പിന്നെ 17 വയസ്സിൽ ചെറുതായിട്ട് യാത്രകളൊക്കെ തുടങ്ങി. എന്നാൽ കോളേജിൽ പോലും പിന്നെയാണ് തൃശ്ശൂർക്ക് കൂടുതലായിട്ട് പിയാനോ പഠിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷെ എപ്പോഴും അത്രയും നാളത്തെ ആ ഒരു ജീവിതം എൻ്റെ കസിൻ ബ്രദേഴ്സായിട്ടും സുഹൃത്തുക്കളായിട്ടുള്ള ബന്ധം, ഞങ്ങൾ പുഴയിൽ പോണതും, ഒറ്റപ്പാലത്ത് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ പുഴയിൽ പോവുക, പിന്നെ രാത്രിയാകുമ്പോൾ അവിടെ തൊട്ട് പുറകിൽ പള്ളിയിലത്തെ പരിപാടി ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവും, അല്ലച്ച പൂരം ഉണ്ടെങ്കിൽ പൂരത്തിന് പോവുക, പിന്നെ പുറകിൽ കഥകളി കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഇടയ്ക്ക് അവിടെ പോവാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു പൂതനം നിറയും വീട്ടിൽ വരും. ആന നടക്കുമ്പോൾ അതൊക്കെ അറിയാം, ചങ്ങലയുടെ സൗണ്ട് കേൾക്കുമ്പോൾ ഓടി അങ്ങോട്ട് പോവുക. പിന്നെ ഡാഡിക്ക് പാടം പറമ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെയൊക്കെ പോയി ഇങ്ങനെ നിൽക്കുക. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. പിന്നെ സമയം കിട്ടുമ്പോൾ കുറച്ച് പഠിക്കും, കാരണം പഠിക്കാൻ ഇഷ്ടമല്ല. പിന്നെ സംഗീതം ഉന്തി വിട്ടാണ് പഠിച്ചത്. അല്ലാത്ത പക്ഷേ 11 വയസ്സിൽ കീബോർഡ് പഠിക്കും. കീബോർഡ് പിന്നെ ലോക ഉഴപ്പനായിരുന്നു. അപ്പോൾ പക്ഷെ അങ്ങനെ ഓരോരുത്തരുടെ ഒന്നും ഉന്തി വിട്ട് പഠിപ്പിച്ചാണ്. ഡാഡിയുടെ ചീത്ത പേടിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. പിന്നെ അവിടുത്തെ പീറ്റർ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ എൻ്റെ ലെസ്ലി പീറ്റർ മാസ്റ്ററും അത്യാവശ്യം ചീത്ത പറയും. അപ്പോൾ അങ്ങനെയൊക്കെ പേടിച്ചിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ചേതനയിലെത്തി 16 വയസ്സിൽ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞപ്പോൾ. അവിടെ എത്തിയപ്പോഴാണ് മ്യൂസിക്കിന് ഇത്രയും വലിയൊരു ഡെപ്ത് ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ പിന്നെ കുറച്ചുകൂടി സീരിയസ് ആവാൻ തുടങ്ങി. അപ്പോൾ 11 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള ലെസ്ലി പീറ്റർ മാസ്റ്ററുടെ കോച്ചിങ്ങും, പിന്നെ 16 വയസ്സ് മുതലൊരു 20 വയസ്സ് വരയ്ക്കും ഉള്ള ഒരു 4.5 വർഷം പിയാനോ പഠനം. ഇതാണ് എൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ അവിടെ നിന്നുള്ള പിന്നെയാണ് യഥാർത്ഥ ഒരു എഡ്യൂക്കേഷൻ തുടങ്ങിയത്. അതായത് പല കലാകാരന്മാരുടെ കൂടെ വായിക്കുമ്പോഴും അവരവരുടെ അവിടെ നിന്ന് കിട്ടുന്ന എഡ്യൂക്കേഷനാണ്. ഇതൊക്കെ പറഞ്ഞ് ഞാൻ വെറുതെ വേറെ അല്ല. അപ്പൊ ഈ അല്ല, അത് ഇങ്ങനെ നമ്മുടെ ഒരു നൊസ്റ്റാൾജിക് ഒരു ഹാപ്പി സ്പേസ് ആണല്ലോ ഒറ്റപ്പാലം. അതുകൊണ്ടാണ് ഇത്രയും സംസാരിച്ചു പോയത്. അടുത്ത 3/4 മണിക്കൂറിൽ ഞാൻ ഒറ്റപ്പാലത്തേക്ക് ട്രെയിൻ ചെയ്യാൻ പോവാ. അതുകൊണ്ട് നമുക്ക് സ്പീഡാക്കാം എന്തായാലും. അപ്പൊ അത് പറഞ്ഞു മീൻ കഴിച്ചിട്ടേ പോവുള്ളൂ. പക്ഷെ സമയം വേണ്ടേ കുറച്ചും കൂടെ. ഡിയറിന്റെ കൈപ്പുണ്യം എന്ന് പറയണത് കാല് തൊടണം. ലെവലാണ്. അന്നദാതാവ് ദൈവത്തിന് തുല്യാണ്, അറിയോ? അപ്പൊ നല്ല ഭക്ഷണം, എനിക്ക് നല്ല ഭക്ഷണം കിട്ടിയാൽ ഞാൻ അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കാനാണോ ജീവിക്കുന്നത്? കാരണം ഒരു ദിവസം ഞാൻ പ്ലാൻ ചെയ്യുന്നത് അത് ടെൻഷൻ, സ്ട്രെസ്, പിന്നെ പ്രോഗ്രാം. ഇങ്ങനെ മെലിയോ? ഞങ്ങളൊന്നും മെലിയുന്നില്ലല്ലോ. സ്ട്രെസ് ഇല്ലല്ലോ. അത് ചിലവരൊക്കെ അങ്ങനെയാണ്. ആക്ച്വലി സ്റ്റീഫൻ എന്ന് പറഞ്ഞ ഒരു ഫാഷൻ അതും കൂടിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മ്യൂസീഷ്യൻസ് തൊട്ട് തീണ്ടിയിട്ടില്ല ഫാഷൻ. എന്താ കാണുന്നത് അത് എടുത്ത് ഞാൻ അതിലേക്കൊന്നും പോകാണ്ടിരുന്നത് ഒരു ക്ലീഷ ക്വസ്റ്റ്യൻ പോലെ ആയി പോവും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെ കുറിച്ച് പറയാതിരുന്നത്. ഇറ്റ്സ് ഒബ്വിയസ് യു ആർ എവർ ചാർമിങ്, എവർ ഹാൻസം, എപ്പോഴും ഒരു ടിപ്പിക്കൽ ബുദ്ധ കേൾക്കുന്നുണ്ടോ. ഓക്കെ, അപ്പൊ ഞാൻ പാലക്കാട് സ്കൂളിങ്ങിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഐ എം കമ്മിങ് ബാക്ക് ടു ഷോൺ. ഷോണിന്റെ സ്കൂളിംഗ്, ഷോൺ എന്ന് പറഞ്ഞാൽ സ്റ്റീവിന്റെ മോൻ, അവനെ ഹോം സ്കൂളിംഗ് ആണ് ചെയ്യണത് അല്ലേ? ഒറ്റപ്പാലത്തെ സ്കൂളില് എന്നും പോയി കൂട്ടുകാരായിട്ടിരുന്ന് പഠിച്ചിരുന്ന ഒരാള് സ്വന്തം മോനെ വീട്ടിലിരുത്തി പഠിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഡെലിബറേറ്റ്ലി, പർപ്പസ്ഫുള്ളി. എന്താ തീരുമാനിച്ചതെന്ന് പറ. ബിക്കോസ് ഓഫ് യു വാണ്ട് ഹിം ടു ബി എ മ്യൂസീഷ്യൻ, ഒരു ഫുൾ ടൈം മ്യൂസീഷ്യൻ. പിന്നെ എന്റെ ഒരു ആഗ്രഹം എന്തായിരുന്നു അറിയോ? എപ്പോഴും സ്കൂളൊക്കെ അടച്ചു പൂട്ടാത് ഞാൻ ആലോചിക്കുന്ന സമയത്ത്. പിന്നെ എന്ന് പോയാലും ഒരു അടിയും അല്ലെങ്കിൽ 2 ചീത്ത എന്നും കിട്ടും. അപ്പൊ ഞാൻ ആലോചിക്കും എപ്പോഴെങ്കിലും ഈ സ്കൂളില്ലാത്തൊരു കാലഘട്ടം ഉണ്ടാവും. അപ്പൊ ഞാൻ എന്റെ മോൻ വന്നപ്പോ ഞാൻ സ്കൂളിൽ പോണ്ടെന്ന് തീരുമാനിച്ചു. പക്ഷെ അത് എന്റെ വൈഫൊക്കെ ചീത്ത പറഞ്ഞു. നമ്മള് കേൾക്കുവോ? അവൻ ഫുൾ ടൈം ഇപ്പൊ എന്തൊക്കെ സബ്ജക്ട് എന്തൊക്കെയാവും പഠിക്കും? എല്ലാം പഠിക്കും. അമ്മയാണ് ടീച്ചർ,
ചെറിയ പോർഷൻസ് ഒക്കെ വരും. ഇംഗ്ലീഷ്, സയൻസ്, എന്നെക്കാട്ടിലും കാര്യങ്ങളൊക്കെ ചില ചോദ്യങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചാൽ എനിക്കൊന്നും പറയാൻ. അല്ല, സയൻസ്, സോഷ്യൽ സയൻസ് അങ്ങനെ സ്കൂളിലുള്ള സബ്ജക്ട്സ് ഒക്കെ ഉണ്ടോ? തിരിച്ച് പഠിക്കും, ഇത്രയേ ഉള്ളൂ. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ടൈം മ്യൂസിക് ആണ്. ഇവരുടെ സ്കൂളിങ്ങിന്റെ പ്രത്യേകത വെച്ചാൽ ബൈഹാർട്ട് ഇല്ല, മനസ്സിലായി, നമ്മളെ മനസ്സിലാക്കലാണ്. അപ്പൊ മനസ്സിലാക്കി പഠിക്കുമ്പോൾ മസിൽ എങ്ങനെ ഉണ്ടാവുന്നു, വാട്ടർ എങ്ങനെ ആ ബേസ് ആണ്. അപ്പൊ അങ്ങനെ നമ്മള് പറഞ്ഞ മാതിരി കാകളി, വൃത്തം എന്നൊന്നും പറഞ്ഞ സംഭവം ഓർമ്മയുണ്ടല്ലേ? മാത്രമേ 5 അക്ഷരം 3 8 ചേർത്തുള്ളിയിലടിക്കും കാകളി എന്ന് പേര്. ഇത് തലയിൽ കേറാണ്ട്. ഒന്നാമത് ഈ മലയാളം നമ്മൾ പറയാറുണ്ടോ? ഇല്ല, പറയാത്ത 3 2 2 3 2 2 എഴുത്തുകൾ 16 6 ഗണം മാത്രമേ ഒന്നും അത് അവിടെ കഴിഞ്ഞിട്ടോ. അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഇത് ബൈഹാർട്ട് പഠിച്ചിട്ട് എനിക്കൊരു ഗുണം ഉണ്ടായില്ല. ഞാനിപ്പോ ഈ കേൾക്കണവർക്ക് ഞാൻ മിസ്ഗൈഡ് ചെയ്യാൻ പാടില്ല. സ്കൂളിലൊക്കെ പോണം, കോളേജിലും പോണം. പക്ഷെ അന്നത്തെ സമയമല്ല ഇന്നത്തെ സമയം. ഇന്ന് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. ഇന്ന സബ്ജക്റ്റിന്റെ കൂടെ ആഡ് ചെയ്ത് ചെയ്യാം. പക്ഷെ നമ്മുടെ സമയത്ത് അതല്ലല്ലോ. പിന്നെ ഇപ്പൊ എന്താ അറിയോ രഹന, ഞാൻ പറയട്ടെ, നമ്മള് ഒരു സ്കിൽ ബേസ്ഡ് ആയി എല്ലാവരും. ഒരു കൊച്ചുകുട്ടിക്ക് ഒരു നല്ല ചെസ് ആണെന്നുണ്ടെങ്കിൽ അവൻ അതിൽ ഫോക്കസ് ചെയ്യാം. ഇപ്പോൾ കൊച്ചുകുട്ടി, ഇപ്പോൾ സഞ്ജു സാംസൺ എന്താ ഈ പ്രായത്തിൽ അവൻ സ്കോർ ചെയ്തു. അവൻ ചെറുപ്പം മുതലേ ആള് ചിലപ്പോൾ അച്ഛൻ അതിൽ അവനെ ഫോക്കസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവാം. അപ്പോൾ സ്കിൽ ബേസ്ഡ് ആണ് എല്ലാവരും. അപ്പോൾ ചെറിയ കുട്ടിയിലെ ഒരു നല്ലൊരു വാസന കണ്ടാൽ അവനെ അതിൽ വിടണം, ബാക്കിയെല്ലാം സൈഡാക്കണം. നമ്മളങ്ങനെയല്ല. പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ എന്താ തീരുമാനിക്കുന്നത്? ഡോക്ടർ, എഞ്ചിനീയർ. ഈ പ്രീ ഡിഗ്രി വരെ എന്തോ ഒരു പാടായിരുന്നത്. പിന്നെ ഞാൻ വിജയകരമായി പൊട്ടിയോണ്ട് പിന്നെ അത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനത്തെ ഒരാൾ ഇന്ന് എവിടെ എത്തി അല്ലേ? അതൊക്കെ ഹരിജി അല്ലേ, വേൾഡ് റിനൗണ്ട് ആർട്ടിസ്റ്റ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാം. ഞാനങ്ങനെ ചില ദിവസങ്ങളൊക്കെ ആലോചിക്കും. എപ്പോഴും ഞാൻ വന്ന വഴിയൊക്കെ ആലോചിക്കും. രാത്രി 3 മണിക്ക് നീച്ച് കഴിഞ്ഞിട്ട് എന്താ എവിടെ എത്തി, എന്താ സംഭവിക്കുന്നതൊക്കെ ചിന്തിക്കും. എപ്പോഴെങ്കിലും സ്വപ്നത്തില് വത്തിക്കാനിൽ പോവുക, പോപ്പിനെ കാണുക. ഐ എം ജസ്റ്റ് ആസ്കിങ് യു, ഒന്ന് വിസിറ്റ് ചെയ്യുക ആ സ്ഥലം എന്ന് സ്വപ്നം കണ്ടിട്ടുണ്ട്? കാര്യം ഇത്രയും ദൈവവിശ്വാസിയാണ്. പോണെന്നും വിചാരിച്ചിട്ടില്ല. അങ്ങനത്തെ ആ സ്ഥലത്ത് പോയി പെർഫോം ചെയ്തു. വാട്ട് ആൻ അച്ചീവ്മെന്റ്, വാട്ട് എ ബ്ലെസ്സിങ്. എന്തായിരുന്നു അന്നത്തെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? വിജയല്ലേ. ഞങ്ങള് അതിപ്പോ എവിടെ നിൽക്കുക, വല്ല അടുപ്പിന്റെ ചോട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ ഒരു ഫൺ കാണും. നിങ്ങൾ രണ്ടുപേരും നല്ല കെമിസ്ട്രി അല്ലേ? കെമിസ്ട്രിയാണ്, ചിരി, വളുപ്പടിക്കലാണ് മെയിനായിട്ട്. ഞങ്ങള് ചേരാത്ത കുറെ ഭാഗങ്ങളുണ്ട്, ചേരുന്ന കുറെ ഭാഗങ്ങളുണ്ട്. ചേരാത്ത ഭാഗങ്ങൾ കുറച്ചു നേരം വഴക്കൊക്കെ കൂടും. കുറച്ചു നേരം. പിന്നെ അത് സീരിയസ് ആവുമ്പോഴേക്കും ഞങ്ങളത് മനഃപൂർവ്വം പിടിച്ച് കൺട്രോൾ ചെയ്ത് നിൽക്കും. പിന്നെ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ എന്താ വെച്ചാൽ, ഇഷ്ടമുള്ള കാര്യങ്ങൾ വെച്ചാൽ ഭക്ഷണം, ട്രാവലിങ്. പിന്നെ ആളൊരു എക്സൈറ്റിംഗ് ക്യാരക്ടറാണ്. ഭയങ്കര എല്ലാം അപ്പോ ഇംപ്രൂവൈസിങ് ആണ്. അതാണ് അവന്റെ കഴിവ്. അങ്ങനെയാണല്ലോ, ഒന്നും പ്രിപ്പറേഷൻ ഇല്ല, അങ്ങനെ അടിക്കല്ലേ. അങ്ങനെയാണെങ്കിൽ ഹരിജി ആയിട്ടുള്ള ഹരിജി ഇത് തന്നെയാണ്. ഹരിജി വേറൊരു ധ്രുവത്ത് എന്നാണ് ഞാൻ പറയുള്ളൂ. ഹരിജി ഇപ്പോഴും നമ്മൾ ഹരിജിയുടെ കൂടെ വായിക്കുകയാണെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന എനിക്ക് കിട്ടിയത് ഏറ്റവും വലിയൊരു സ്വത്താണ്. ഇപ്പോൾ ഡിയർ ഒരു പാട്ട് വായിക്കുകയാണെങ്കിൽ പാടുകയാണെങ്കിൽ റിഹേഴ്സൽ വേണ്ട, കൂടെ അങ്ങ് വരും. അതാ യൂണിവേഴ്സിറ്റിയിലാണ്. കോഡ്സ് അറിയില്ല, ഒന്നും അറിയില്ല, എന്നാൽ ട്യൂൺ എവിടെ പോകുന്ന അറിയില്ല, പക്ഷെ അങ്ങോട്ട് പോവുക. ആ മനസ്സ് എനിക്ക് എന്തോ രീതിയിൽ കിട്ടും. അത് ഹരിജി ട്രെയിൻ ചെയ്ത് തന്ന ഒരു 400 ഷോ. 400 ഷോ എനിക്ക് എൻ്റെ ലൈഫിലൊരു സ്വത്താണ്. റഹ്മാൻ സാറിൻ്റെ കൂടെ ഒരു 10-60 ഷോ. അപ്പോൾ അതൊക്കെ എനിക്ക് ക്ലാസ്സാണ്. സാക്കിർ ബായുടെ കൂടെ ഒരു 15 ഷോ. പിന്നെ ഉമയാൾപുരം ശിവരാം ഏറ്റവും അധികം ഭയങ്കര പാടാണ് വായിക്കാൻ. ആളുടെ കൂടെയൊക്കെ വായിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കഴമ്പ് വേണം. ഡെപ്ത് ഇല്ലെങ്കിൽ നമ്മളെ അടിച്ചിട്ടിടും. ശിവമണിയാണെങ്കിലും ശിവമണിയുടെ കൂടെ ഒരു 200 ഷോ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കിട്ടിയിരിക്കുന്ന എക്സ്പീരിയൻസ്. അപ്പോൾ അതുകൊണ്ട് ഡിയറിൻ്റെ കൂടെ വായിക്കാം. ഒരു പ്രാവശ്യം വായിച്ചല്ലോ. കീബോർഡ് പിന്നെ കീബോർഡൊക്കെ സെറ്റ് ആക്കി കൊടുക്കും. ഒരട്ടം കീബോർഡ് ഇതാണ്. നമ്മുടെ സഹോദരന്മാരാണ് അത് കൊടുക്കുന്നത്. അപ്പോ ഇപ്പോഴാണ് ഒന്ന് സെറ്റ് ആയതല്ലേ? ഞാനോർത്ത് എപ്പോഴും ഇത് തന്നെ ആയതുകൊണ്ട് ഒന്ന് വെറുതെ വിടാന്ന് ഞാൻ എപ്പോഴും കണ്ടിരിക്കണം. ഇപ്പൊ രേനൻ ആദ്യം കണ്ടിരിക്കുന്ന മാനേജറായിട്ട് അവിടെ കണ്ടു. പിന്നെ ഓഫീസ് വർക്ക്, JT പാക്ക്, കോർപ്പറേറ്റ്, മറ്റേ എന്തൊക്കെയാണ്. ഞാൻ പറയും യു ആർ ആൻ അമേസിങ് ആർട്ടിസ്റ്റ്.
താങ്ക് യു. ഐ എം സോ ഓണേർഡ്. എപ്പോഴും ഞാൻ ഒരു 3 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ദൈവം ചിലവർക്കേ ഈ സിദ്ധി തരുള്ളൂ. അപ്പോൾ ആ സിദ്ധി ഒന്ന് കാണിച്ചു കൊടുത്താലോ? ரெண்டாசைகள் எல்லாம் சொல்லவே இவ்வொரு நாள் போதுமா? அன்பே இரவை கேட்கலாம், பிடியில் தாண்டியும் இரவே நீடுமா? என் கனவில் நான் கண்ட நாளிதுதான் கலாப காதலா, பார்வைகளாலா பல கதைகள் பேசிடலாம் கலாப காதலா. ஒன்றா இரண்டாசைகள் எல்லாம் சொல்லவே இவ்வொரு நாள் போதுமா? அன்பே இரவை கேட்கலாம், பிடியில் தாண்டியும் இரவே நீடுமா? താങ്ക് യു. ലാലേട്ടൻ തന്ന പോലെ ഒരു ഉമ്മ തരട്ടെ. താങ്ക് യു ഡിയർ. ഇതാണ് എപ്പോഴും നമുക്ക് റിഹേഴ്സൽ വേണ്ട, ഒന്നും വേണ്ട. ഇന്നെന്താ റിഹേഴ്സൽ ചെയ്തോ? ഇല്ല, ദാറ്റ് കംസ്. ആ ഒരു എനർജി തരണമാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള അവസരങ്ങൾ എനിക്കും ഉണ്ടാവട്ടെ, ഡിയർക്കും ഉണ്ടാവട്ടെ. അപ്പോഴേ മ്യൂസിക് മാത്രം പോരാ, കുറച്ച് ഭക്ഷണം. ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? ഭക്ഷണം അല്ലേ? അത് കുക്ക് ചെയ്യാനും ഇഷ്ടമാണ്, കഴിക്കാനും ഇഷ്ടമാണ്. അങ്ങോട്ട് പോവാം.